ഹായ് ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഇന്ന സമയത്തിന് പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ. പെട്ടെന്നൊരു സംസാരം വന്നൊരു ചർച്ച വിഷയം വന്ന് അപ്പോൾ തോന്നിയതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് വന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. കാര്യം ഇത്രേ ഉള്ളൂ. എൻ്റെ അമ്മ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുന്ന സമയത്തിന് ടൂറിന് ട്രിപ്പിന് ഇപ്പം നമ്മളിവിടെ മേളയൊക്കെ ഉണ്ട്, അറിയായിരിക്കും. മേളയൊക്കെ വർഷത്തിലൊരിക്കാം കാർഷിക മേള എന്ന് പറഞ്ഞ് വയ്ക്കും. അപ്പോൾ അതിന് പോകുന്ന സമയത്താണെങ്കിൽ റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം എൻ്റെ കാണുന്ന സാധനങ്ങളെല്ലാം എല്ലാം വാങ്ങും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങുന്ന സമയം വാങ്ങിച്ചിട്ട് ഉപയോഗിക്കില്ല, ഇല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചേക്ക്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. മൊത്തമൊന്നും എടുക്കാൻ പറ്റില്ല, ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഞാൻ ആഡ് ചെയ്യാമേ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾ അമ്മമാർ ഇങ്ങനെയാണോ എന്ന് പറയണം കേട്ടോ. ഞാൻ പിന്നെ വീട്ടിൽ ഇരിക്കുന്നു. ഒരു കാര്യം കാണിച്ചു ഇവിടെ വന്നപ്പോഴും ഞാൻ ആലോചിച്ചത്. ഇതാണ്, ഇത് കൊച്ചു ആൽക്കുലത്തെ സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാണിച്ചത് കണ്ട, എല്ലാവർക്കും അറിയായിരിക്കും. ബാക്കി വീഡിയോ എടുത്ത് ചെയ്യാൻ സമ്മതിക്കില്ല. ഇനി പറഞ്ഞിട്ടുണ്ടമ്മ, വീഡിയോ എടുത്തേ. ഇനി പറഞ്ഞില്ല മോൾ പിരിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇനി അതെന്താണെന്നറിയാമോ? പണ്ട് നമുക്ക് ഈ കുഞ്ഞിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങും. പക്ഷേ അമ്മ ഒന്നും തരൂല. ഒരു പെൻസിൽ ഉണ്ടായിരുന്നു, നമുക്കറിയാലോ ഈ ബാക്കിൽ റബ്ബർ കട്ട് എന്തെങ്കിലും ഷേപ്പിലൊക്കെ വെച്ചിട്ടുള്ളത്. അത് എടുത്ത് തന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് ഗൈസ്. അടുത്ത വേറെ കാര്യം കാണിച്ചത്, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നത് പച്ചക്കറി വെക്കാനൊക്കെ അല്ലേ. നിങ്ങൾ കണ്ടോ ഗൈസ്, ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നത്. കാണിച്ചു ഗൈസ്, നമ്മളെ വീട്ടിലുള്ള ഫ്രിഡ്ജിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒളിപ്പിച്ചേക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ കണ്ട. അമ്മ ഓരോ പുതിയ സാധനങ്ങൾ വാങ്ങി. എന്ന് വാങ്ങിച്ച എത്രയും വർഷങ്ങളായിട്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെയാണ് ഗൈസ്. ഇപ്പോഴൊന്നും ഉപയോഗിച്ചിട്ടില്ല, എല്ലാം ഇവിടെ ഉണ്ട്. ഒരു 2 തലമുറയ്ക്കുള്ള ആഹാരം വയ്ക്കേണ്ട പാത്രങ്ങൾ എൻ്റെ വീട്ടിൽ ഇവിടെ ഇരിക്കുന്നത്. എന്നാലും അവർ എടുക്കില്ല, കാണുമ്പോൾ പുതിയത് വാങ്ങും. ഇതാണ് അവരുടെ ഹോബി.